തിരുവനന്തപുരത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന് അയൽവാസിയായ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കാരേറ്റ് പേടിക്കുളത്താണ് സംഭവം. കാരേറ്റ് പേടിക്കുളം സ്വദേശി ബാബുവിനെയാണ് കൊലപ്പെടുത്തിയത്. പേടിക്കുളം സ്വദേശി സുനിൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിശദാംശങ്ങളും കൂടി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ദാരുണമായ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനാണ് അയൽവാസിയായ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരേറ്റ് പേടിക്കുളത്താണ് ഈ സംഭവം നടക്കുന്നത്. കാരേറ്റ് പേടിക്കുളം സ്വദേശിയായ ബാബുവിനെ 67-കാരനെയാണ് പ്രദേശവാസി കൂടിയായ സുനിൽ കുമാർ കൊലപ്പെടുത്തിയത്. ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഈ മേഖലയിൽ അരങ്ങേറുന്നത്. സുനിൽകുമാർ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു എന്ന് നാട്ടുകാരടക്കം പറയുന്നു. ഇത് പല തവണയായി നാട്ടുകാർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പേടിക്കുളം സ്വദേശി ബാബു ഈ കാര്യം ചോദ്യം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെട്ട ബാബുവും സുനിൽകുമാറും തമ്മിൽ തർക്കമുണ്ടാവുകയും ആ തർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് സ്ഥലവാസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇഷ്ടിക ലോഡിംഗ് തൊഴിലാളിയായ ബാബു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇയാളെയാണ് ഇത്തരത്തിൽ അതിദാരുണമായ രീതിയിൽ സുനിൽകുമാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഭാര്യയും മക്കളും കല്ലറയിലുള്ള ഭാര്യാഗൃഹത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിച്ചായിരുന്നു. ഈ തനിച്ചായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായ സുനിൽകുമാർ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ബാബുവിന്റെ കഴുത്തറക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പ്രദേശവാസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കിളിമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്.